അടുത്തത് ജയിൽ നോമിനേഷൻ. ഇത്തവണ ഏറ്റവും കൂടുതൽ പേര് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തത് ജിസൈലിനെയാണ്. 10 പേരാണ് നോമിനേറ്റ് ചെയ്തത്. അഭിലാഷ്, ഒനീൽ, ബിന്നി, ശൈത്യ, ആര്യൻ, നെവിൻ, അക്ബർ, അനുമോള്, ആദില, നൂറ, സരിക, ഇത്രയും പേരാണ് ജിസൈലിനെ നോമിനേറ്റ് ചെയ്തത്. ഇതിൽ ഒനീലും ആര്യനും പെടുന്നുണ്ട് കേട്ടോ. സാധാരണ പേഴ്സണൽ റീസൺസ് ഒക്കെ ആണല്ലോ ജയിൽ നോമിനേഷൻ കൊണ്ടുവരാറ്. ഇത്തവണ ടാസ്കിൽ ജിസൈലും ആര്യനും ഒക്കെ പോയിന്റ് നഷ്ടപ്പെടുത്തിയതുകൊണ്ട് എല്ലാവർക്കും പറയാൻ എന്തായാലും ഒരു റീസൺ ഉണ്ടായിരുന്നു. പിന്നെ ഒനീലിനെ ആര്യനെയും 7 പേര് വീതം നോമിനേറ്റ് ചെയ്തു. അതുകൊണ്ട് 2 പേരിൽ നിന്ന് ഒരാളെ ജയിലിലേക്ക് പോകാൻ ചൂസ് ചെയ്യണമായിരുന്നു. എല്ലാവരും ചേർന്ന് ഒനീലിനെയാണ് പറഞ്ഞത്. ഒനീൽ ആ വായിൽ കൊള്ളുന്ന ചീത്തയെല്ലാം വിളിച്ചുകൊണ്ടാണ് ജയിലിൽ പോകേണ്ടി വന്നത്. അങ്ങനെ ജയിലിലേക്ക് നോമിനേറ്റ് ആയത് ജിസൈലും ഒനീലുമാണ്. അതിനുശേഷം ഒനീലും റെനയും തമ്മിൽ വീണ്ടും വഴക്കായി. ഒനീൽ പറയുന്നത് റെന ഒനീലിന്റെ അടുത്ത് പോയി മാപ്പ് പറഞ്ഞില്ല, ചാർജ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ തല അടിച്ചു പൊളിക്കും, ബോയ് ഫ്രണ്ടിന് ആണത്തമില്ല, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒനീലിന്റെ വായിൽ നിന്ന് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ടാസ്കിന്റെ ഇടയിൽ അപ്പാനി തള്ളക്കി വിളിച്ചു എന്ന് അഭിലാഷ് പറയുന്നുണ്ട്. അപ്പാനി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് അഭിലാഷിനോട് പറയുന്നുണ്ട്. അവർ തമ്മിൽ അതിന്റെ പേരിൽ വഴക്കായി. ആക്ച്വലി ടാസ്ക് കഴിഞ്ഞതിന് ശേഷം അപ്പാനി അഭിലാഷിന്റെ അടുത്ത് അവിടെ നടന്ന കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ പുള്ളിയുടെ മേത്തി ചവിട്ടിയപ്പോൾ പുള്ളി കലിപ്പായിട്ട് അങ്ങനെ വിളിച്ചു വന്ന് കയ്യിൽ നിന്നൊരു സാധനമായിട്ട് അങ്ങ് പറഞ്ഞതാണ്. പക്ഷെ അഭിലാഷ് അത് അവിടെ എടുത്തിട്ട് പറഞ്ഞു. അപ്പാനി വെറുതെ കയ്യിൽ നിന്നിട്ട സാധനം അവസാനം അപ്പാനിക്ക് പണിയായി മാറി. അടുത്തതായിട്ട് ക്യാപ്റ്റൻസി നോമിനേഷൻ ആയിരുന്നു. ഇത്തവണ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് ഏറ്റവും കൂടുതൽ പേര് നോമിനേറ്റ് ചെയ്തത് ശൈത്യയാണ്. 13 വോട്ടുകളോടെയാണ് ശൈത്യ ഹൗസിലെ എല്ലാവർക്കും പ്രിയപ്പെട്ടവളായി മാറിയത്. ബിന്നിയും അപ്പാനിയാണ് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മറ്റു 2 പേര്. 6 വീതം വോട്ടുകളാണ് ഇവർക്ക് കിട്ടിയത്. അതിനുശേഷം ഒരു ചർച്ചയാണ് കേട്ടോ. അവിടെ ആര് ജയിലിലേക്ക് പോകണം, ആര് ക്യാപ്റ്റൻ ആവണം എന്നെല്ലാം തീരുമാനിക്കുന്ന ഒരു ഗ്രൂപ്പാണെന്നാണ് പറയുന്നത്. ഇത് പറഞ്ഞിരിക്കുന്ന മറ്റാരുമല്ല, FC ബോയ് ആണ് ഒനീൽ. ഇത് ചർച്ച ചെയ്യുന്നത് അങ്ങനെ ഗ്രൂപ്പിലൊന്നും അല്ല കേട്ടോ. അഭിലാഷും ഷാനവാസും ഒനീലും കൂടെ ചർച്ച ചെയ്യുന്നത്. ഇത് ഗ്രൂപ്പൊന്നും അല്ല. പിന്നെ നെവിൻ അവിടെ താഴത്ത് കിടപ്പുണ്ട്. ഒട്ടും കഴിവില്ലാത്ത മരപ്പാവയായ അപ്പാനിക്ക് 6 വോട്ട് കിട്ടിയെന്നാണ് ഒനീൽ പറയുന്നത്. പല ടാസ്കുകളിലും വിജയിച്ച നെവിൻ എന്തുകൊണ്ട് ആരും വോട്ട് ചെയ്തില്ല എന്ന് ഒനീൽ ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഒനീൽ നെവിന് വോട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കൂലേ? പക്ഷെ പുള്ളി വോട്ട് ചെയ്തത് ശൈത്യക്കും ബിന്നിക്കുമാണ്. അതാണ് അവസ്ഥ. അടുത്തായിട്ട് പാചകമേളയാണ്. 2 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിട്ട് കുക്ക് ചെയ്യുന്ന സ്പോൺസേഡ് ടാസ്ക് ആയിരുന്നു. അതിനെപ്പറ്റി പ്രത്യേകിച്ചൊന്നും പറയാനില്ല. 2 പേരും നന്നായിട്ട് ചെയ്തു. അവതരണ മികവിൽ ടീം ബി ടാസ്കിൽ വിജയിച്ചു. അനു, ഒനീൽ, ശൈത്യ, രേണു, ആദില, നൂറ, ഷാനവാസ്, ആര്യൻ, ഇതായിരുന്നു ബി ടീം. അടുത്ത ചർച്ച, ഗ്രൂപ്പ് പൊളിക്കാനിറങ്ങിയ ഷാനവാസ് ഇപ്പോൾ ഒരു ഗ്രൂപ്പിലാണെന്നാണ് പറയുന്നത്. ഇത് പറയുന്നത് അനുമോളാണ്. ആക്ച്വലി മറ്റുള്ളവരുമായിട്ട് യോജിച്ചു പോകാൻ പറ്റാത്തവർക്കാണ് ഈ ഗ്രൂപ്പ് ഒരു പ്രശ്നമായിട്ട് തോന്നുന്നത്. രസം അതല്ല, മറ്റുള്ളവരെല്ലാവരും ഒരു ഗ്രൂപ്പാണെന്ന് ഒരാൾ പറയുമ്പോൾ അയാൾ ഒരു ഗ്രൂപ്പിലിരുന്നിട്ടായിരിക്കും അത് പറയുന്നത്.